14-ാം ലോകസഭയിൽ 43 അംഗങ്ങൾ ഉണ്ടായിരുന്നു CPM-ന്, 10 അംഗങ്ങൾ ഉണ്ടായിരുന്നു CPI-ക്ക്, 53 ഇടതുപക്ഷ അംഗങ്ങൾ. RSPക്കും ഫോർവേഡ് ബ്ലോക്കിനുമൊക്കെ വേറെയും ഉണ്ടായിരുന്നു. സെക്കുലറായി നിലപാടുകളിൽ കാണപ്പെടുന്നത്, ഉറച്ച ഒരു ബ്ലോക്കായി കാണപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, ഇടതുപക്ഷമാണ്. ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിനെ സഹായിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയുടെ സെക്കുലർ നേച്ചർ നിലനിർത്താൻ, ഇന്ത്യയിലെ പ്ലൂറലിസം നിലനിർത്താൻ, ഇന്ത്യയിലെ മുസ്ലിം നഫ്രത്തിനെ, മുസ്ലിം വെറുപ്പിനെ തടയാൻ നല്ലത് ഇടതുപക്ഷ കക്ഷികളെ സഹായിക്കുകയാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സഹായം ഉണ്ടായത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല, കമ്മ്യൂണിസ്റ്റുകളെ എന്തെങ്കിലും പിന്തുണച്ചുകൊള്ളാം എന്ന് വെച്ചുകൊണ്ടല്ല, മറിച്ച് അന്തർദേശീയ ദേശീയ നിലപാടുകൾ അനുസരിച്ച് പിണറായി പറഞ്ഞതുപോലെ, ദേശാഭിമാനി പറഞ്ഞതുപോലെ ആ നിലപാടനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അവരെ പിന്തുണച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു സദസ്സിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ, പരിചിത മുഖങ്ങൾ, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഖങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അള്ളാഹു ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാന്യനായ അമീറിന്റെ പ്രൗഢമായ ഒരു പ്രസംഗം കഴിഞ്ഞു. നമ്മുടെ ജമാൽ സാഹിബിന്റെ മധുരമുള്ള പരിഭാഷയും കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാനും പറയാൻ വിചാരിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ജമാഅത്തെ ഇസ്ലാമിയ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഉയർത്തപ്പെടുന്ന ചോദ്യങ്ങൾ നേരത്തെ മറുപടി പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ പ്രാഥമികമായ ചോദ്യങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ചെറുതായി ഒന്ന് നിരീക്ഷിക്കുന്ന ആൾക്ക് ഒരു വർത്തമാനവും പറയാതെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ ചില പ്രത്യേകതകളുണ്ട്. ഒരു പ്രത്യേകത, പലതവണ പല കോണുകളിൽ നിന്ന് ആവർത്തിക്കുമ്പോൾ ചില സംശയങ്ങൾ ജനങ്ങളിൽ ജനിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു സത്യാനന്തര കാലമാണല്ലോ. സത്യാനന്തര കാലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോഷ്യൽ മീഡിയയുടെ വരവ് കാരണമായി, സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് കാരണമായി നമുക്ക് നേരിട്ട് അനുഭവമുള്ള സത്യങ്ങൾ പോലും മറച്ചുവെക്കപ്പെടുകയും അത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഇല്ലാതായി പോവുകയും സോഷ്യൽ മീഡിയ നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് ചെരിയുന്ന അസത്യങ്ങൾ സത്യങ്ങളായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യാന്തരകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. എനിക്ക് എൻ്റെ തൊട്ടടുത്ത അയൽവാസിയെ നന്നായിട്ടറിയാം. അവനുമായിട്ട് ഞാൻ ഒരുപാട് ഇടപഴകിയിട്ടുണ്ട്. അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവനെയും സ്നേഹിക്കുന്നു. അവൻ എന്നെ ആദരിക്കുന്നു, ഞാൻ അവനെയും ആദരിക്കുന്നു. അവനുമായി ഞാൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അവനുമായി ഞാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ പിറകോട്ട് തള്ളപ്പെടുകയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും
മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും അവനെക്കുറിച്ച് വരുന്ന തെറ്റായ കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചു പോവുകയും ചെയ്യുന്ന ഒരു കാലത്തിന്റെ പേരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യാന്തരകാലം എന്ന് പറയുന്നത്. ഈ കാലത്തിലൂടെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ നേരിട്ട് അനുഭവിക്കുന്നവർ, അവരുമായി ഇടപാടുകൾ നടത്തുന്നവർ, അവരുടെ പള്ളികളിൽ നമസ്കാരത്തിനായി എത്തുന്നവർ, അവരുടെ സേവന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ, അവരുടെ സേവന പ്രവർത്തനങ്ങളിലെ പങ്കാളികൾ, ഈ അനുഭവങ്ങളെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രചണ്ഡമായ പ്രചാരണങ്ങൾ വഴിയായി ചില തെറ്റിദ്ധാരണകൾ ഉൾക്കൊള്ളാനുള്ള സാധ്യതയുണ്ട്. അത് സത്യാന്തരകാലത്തിന്റെ പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് നല്ലത്. എത്ര ലഘുവായ ചോദ്യമാണെന്ന് നിങ്ങൾ നോക്കൂ. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയെ അംഗീകരിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്. ഏത് സംഘടനയോടാണ് ചോദിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് സംഘടനയുടെ പേരിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയോട് ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. എന്നാൽ 1948 ജമാഅത്തെ ഇസ്ലാമി പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ പേരായി നിശ്ചയിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണ്. ആ യോഗത്തിനു വേണ്ടി ഇലഹാബാദിൽ 1946 ഏപ്രിൽ നടന്ന പുനഃസംഘടനാ യോഗത്തിനു വേണ്ടി കത്തയച്ചപ്പോൾ ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ യോഗം വിളിക്കുന്നു എന്നാണ്. ആ യോഗത്തിന് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഉണ്ടാകുന്നത്. ഹിന്ദ് എന്ന വാക്കിനർത്ഥം ഇന്ത്യ എന്നു തന്നെയാണ്. എന്നിട്ടും ചോദിക്കുന്നു, നിങ്ങൾ ഇന്ത്യയെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇന്ത്യയോട് കൂറുണ്ടോ എന്നുള്ളത്. ഈ ചോദ്യം നേരത്തെയും വലിയ മഹാന്മാർ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം നേർക്കുനേരെ ചോദിക്കുന്നില്ലെങ്കിലും ഈ ചോദ്യം ചോദിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. പഹൽഗാമിൽ പ്രശ്നമുണ്ടായപ്പോൾ അതിനെ അപലപിക്കാത്ത ഏക സംഘടന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ രാജ്യത്തിനോട് കൂറില്ല, നിങ്ങളുടെ കൂറ് സംശയിക്കപ്പെടണം എന്നാണ്. എന്നാൽ കേട്ടോളൂ, 1947 ഇന്ത്യ വിഭജനത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി അമീറായി തെരഞ്ഞെടുക്കപ്പെട്ട അബുല്ലൈസ് സാഹിബ് വളരെ ശ്രദ്ധേയമായ ചില വർത്തമാനങ്ങൾ പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, സമുദായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമാണ്. ശ്രദ്ധിക്കുക, KL 07BZ 2512 എന്ന വാഹനം പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ അവരുടെ വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നതിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റിക്കൊടുക്കണമെന്ന് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്ന് പറയുന്നു. ഇന്ത്യ വിഭജനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ സാമുദായിക അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യ വിഭജനം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ത്യ വിഭജിച്ചു വന്നപ്പോൾ സാമുദായിക വിഭജനമല്ല സംഭവിച്ചത്, ഭൂമിശാസ്ത്രപരമായ വിഭജനമാണ് സംഭവിച്ചത്. ഒരു ഭാഗം പടിഞ്ഞാറൻ പാകിസ്ഥാനായും വേറെ ഈ ഭാഗം കിഴക്കൻ പാകിസ്ഥാനായും നിശ്ചയിച്ചു കൊടുത്തത്
ഭൂമിശാസ്ത്രാടിസ്ഥാനത്തിലാണ്, ജിയോഗ്രഫിക്കലാണ്, സാമുദായിക അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിനോട് നീ നിന്റെ അവകാശം വാങ്ങി പോയില്ലേ എന്ന് ചോദിക്കാൻ യാതൊരർഹതയുമില്ല. പാകിസ്ഥാനിൽ ജീവിക്കുന്ന ഹിന്ദുവിനോട് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയ സ്ഥലമാണിത്, അതുകൊണ്ട് നിനക്കിവിടെ ജീവിക്കാൻ അർഹതയില്ല, നീ 2ാം നമ്പർ പൗരനാണ് എന്ന് പറയാൻ പാകിസ്ഥാനും അർഹതയില്ല. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒരു പരമാധികാര റിപ്പബ്ലിക്കായി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ ഹിന്ദുക്കളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും പരസ്പരം സഹോദരന്മാരാണ്, ഈ രാജ്യത്തിലെ പൗരന്മാരാണ്, ഫെലോ സിറ്റിസൺസ് ആണ്. അതുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ പൗരന്മാർക്കും ഈ രാജ്യത്തോട് ബാധ്യതയുണ്ട് എന്ന് അബുല്ലൈ സാഹിബ് എഴുതുന്നുണ്ട്. ഇവിടെയുള്ളവർ ഇവിടെ തന്നെ നിൽക്കൂ, ഈ രാജ്യത്തെ സ്നേഹിക്കൂ, ഈ രാജ്യത്തെ സേവിക്കൂ. ഈ രാജ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ കരളിന്റെ കഷ്ണമായി സ്നേഹിക്കുന്ന നിങ്ങളുടെ ആദർശം തുറന്നു പറയൂ, സംവദിക്കൂ എന്നാണ് മൗലാന അബുല്ലൈ സാഹിബ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1962 ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതാനും നേതാക്കളെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രമേയം പാസാക്കി, പത്രക്കുറിപ്പിറക്കി. അതിൽ പറയുന്നത് എന്താണ്? ചൈന നമ്മുടെ രാജ്യത്തിന്റെ മേൽ നടത്തിയിട്ടുള്ളത് കടുത്ത അക്രമമാണ്. ആ അക്രമത്തിനെതിരെ ഓരോ ജമാഅത്ത് പ്രവർത്തകനും നിലകൊള്ളണം. ആ അക്രമത്തിനെതിരെ മുസ്ലിങ്ങൾ നിലകൊള്ളണം. ആ അക്രമത്തിന്റെ സമയത്ത് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നവരെ സഹായിക്കാൻ മുന്നോട്ട് വരണം. ബഹുജനങ്ങളുടേതായ പ്രതിരോധം സംഘടിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിൽ പങ്കാളികളായിക്കൊണ്ട് രാജ്യസമരത്തിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായി തീരണമെന്ന് സ്വന്തം അണികളോടെന്നല്ല, മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അന്ന് വെസ്റ്റ് ബംഗാളിൽ അമീറായിരുന്ന അബ്ദുൽ ഫത്താഹ് സാഹിബ്, അദ്ദേഹത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് അബ്ദുൽ ഫത്താഹ് സാഹിബ് ഷൂറക്ക് ഒരു കത്തെഴുതുന്നുണ്ട്, അഖിലേന്ത്യാ ഷൂറക്ക്. ആ കത്തിൽ പറയുന്നത്, ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ശരിയാണ്. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ വിഷയത്തിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ട സമയമല്ല ഇപ്പോൾ. ജമാഅത്ത് നേതൃത്വവും ജമാഅത്ത് അണികളും രാജ്യത്തിലെ നമ്മുടെ സഹപൗരന്മാരുടെ രക്ഷയ്ക്കും അവരുടെ സുഖപരമായ ജീവിതത്തിനും മുന്നിട്ടിറങ്ങേണ്ട സന്ദർഭമാണിപ്പോൾ. ഇത് ദഅവത്ത് എന്ന പത്രത്തിൽ അച്ചടിച്ചു വന്നതാണ് ഞാൻ പറയുന്നത്. പോട്ടെ, അത് ചൈനയാണെന്ന് വിചാരിക്കാം. എന്നാൽ 1965 പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ അണികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം, നിങ്ങൾ സേവന പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാകണം, നിങ്ങൾ ഹോം ഗാർഡിന്റെ ഭാഗമായി മാറണം, നിങ്ങൾ നിങ്ങളുടെ സഹ പൗരന്മാരുടെ ജീവന്റെയും സുരക്ഷയുടെയും കാവലാളുകളായിട്ട് നിങ്ങൾ ഉണ്ടാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമി അണികൾക്ക് നിർദ്ദേശം നൽകുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിലാണല്ലോ രാജ്യത്തോടുള്ള കൂറ് തെളിയിക്കേണ്ടതായി വരുന്നത്. പഹൽഗാമിൽ അക്രമമുണ്ടായി. അന്നേ ദിവസം തന്നെ ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ പ്രസ്താവന വന്നു. ആ പ്രസ്താവനയിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഈ അക്രമം ഇന്ത്യയുടെ പരമാധികാരത്തിന് മേലുള്ള അക്രമമാണ്. അതുകൊണ്ട് കടുത്ത ഭാഷയിൽ ഞങ്ങൾ അതിനെ അപലപിക്കുന്നു. രണ്ടാമത്തെ ഭാഗം, പേര് ചോദിച്ച് മുസ്ലിങ്ങളാണെങ്കിൽ വെറുതെ വിടുകയും മുസ്ലിങ്ങൾ അല്ലെങ്കിൽ കൊല്ലുകയും ചെയ്യുക എന്ന രീതിയാണ് സ്വീകരിച്ചത്. ഈ രീതി ഇസ്ലാമികാദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയാണ്. ഈ രീതി ഇന്ത്യയോട് മാത്രമുള്ള ധിക്കാരമല്ല, ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിന്റെയും ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യ സമത്വത്തിന്റെയും അവർഗീയമായിട്ടുള്ള മാനവികതയുടെയും നേരെയുള്ള കത്തിപ്രയോഗമാണ്, തോക്ക് പ്രയോഗമാണ്. അതുകൊണ്ട് ഇതിനെ ശക്തമായി അപലപിക്കുന്നു. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഇതിനോടുള്ള പ്രതികാരം ചെയ്യുന്ന വിഷയത്തിൽ ഇന്ത്യ മുഴുവൻ ഈ രാജ്യത്തിലെ സർക്കാരിനോടൊപ്പം ഒറ്റക്കെട്ടായിരിക്കുമെന്നായി. എന്തുകൊണ്ടാണ് അന്ന് തന്നെ ഒരു പ്രസ്താവന നടത്തിയത്? എന്തുകൊണ്ടാണ് ഈ പ്രസ്താവനയിൽ ഒരു റിസർവേഷനും ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് ഈ ബട്ട് തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ഇല്ലാതെ പോയത്? അതിന് പല കാരണങ്ങളുമുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ് പെഹൽഗാം സംഭവം എന്ന് പറയുന്നത്. അതോടൊപ്പം ആ പെഹൽഗാം സംഭവത്തിന് ശേഷം ഇന്ത്യയിൽ നടക്കാനിരിക്കുന്നത് ഒരു വലിയ വർഗീയ കലാപമായിരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി മുൻകൂട്ടി കണ്ടു. ഇന്ദിരാവധത്തിന് ശേഷം സിഖുകാർക്കെതിരെ ഉണ്ടായ കൂട്ടക്കൊല പോലെ നഗരാന്തരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും മുസ്ലിം വീടുകളെയും കടകളെയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇല്ല, ഇത് മുസ്ലിം സമൂഹം സഹിക്കുന്നതല്ല, ഇത് ഈ രാജ്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണ്, ഇത് ഇസ്ലാമിന്റെ ഉയർന്ന മാനവിക ആദർശത്തിന് നേരെയുള്ള കയ്യേറ്റമാണ്, അപലപിക്കുന്നു എന്ന് അന്നേ ദിവസം ജമാഅത്തെ ഇസ്ലാമി പറയുകയുണ്ടായി. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല എന്നത് വേറെ കാര്യമാണ്. ഇവരെവിടെ നിന്ന് വന്നു? അവരെവിടെ പോയി? ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? ഇന്ത്യക്കകത്തു നിന്നുകൊണ്ട് അവർക്ക് സഹായം ചെയ്തു കൊടുത്തത് ആര് എന്ന ചോദ്യങ്ങൾ, കൂർത്ത ചോദ്യങ്ങൾ തൊട്ടുടനെയുള്ള ദിവസങ്ങൾ ചോദിച്ചു. അതേ അവസരത്തിൽ ആദ്യമായി വളരെ ശക്തമായ രൂപത്തിൽ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമി നൽകുകയും ചെയ്തു. പക്ഷേ സത്യാന്തര കാലത്ത് ഇതുപോലും ചോദിക്കപ്പെടുന്ന ഒരു കാര്യമായി നിലനിൽക്കുകയാണ്. മറ്റൊരു ചോദ്യം, നിങ്ങൾ ഡെമോക്രസിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. ഡെമോക്രസിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ആരോടാണ് ചോദിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയിൽ മതസംഘടനകളെയും രാഷ്ട്രീയ സംഘടനകളെയും, ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാംസ്കാരിക സംഘടനകളെയും NGO-കളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവയുടെ ആന്തരിക ജനാധിപത്യ സമ്പ്രദായത്തെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആന്തരിക ജനാധിപത്യ സമ്പ്രദായത്തെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആന്തരികമായ ജമാഅത്ത് ജനാധിപത്യ ഘടന വെച്ചു പുലർത്തുന്ന ഏത് സംഘടന, ഏത് പ്രസ്ഥാനം നിങ്ങൾക്ക് കാണുവാനാണ്? ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലുള്ള മുഴുവൻ അംഗങ്ങൾക്കും നിർദ്ദേശം നൽകുകയാണ്. ഇന്ത്യയിലുള്ള മുഴുവൻ അംഗങ്ങളിൽ നിന്നും 15 പേരെ തെരഞ്ഞെടുക്കൂ എന്ന്. ഒരു സ്ഥാനാർത്ഥിയില്ല, ഒരു നോമിനേഷൻ ഇല്ല, മുഴുവൻ അംഗങ്ങളും വോട്ട് ചെയ്യുന്നു. 20,000 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 20,000 അംഗങ്ങളും വോട്ട് ചെയ്യുന്നു. ആ 20,000 അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് 20,000 അംഗങ്ങളിൽ നിന്നാണ്.
അങ്ങനെ ഇന്ത്യയിൽ നിന്ന് 15 പേരെ തെരഞ്ഞെടുക്കുന്നു. പിന്നീട് ആനുപാതികാടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുക്കുന്നു. അതും നോമിനേഷൻ ഇല്ലാതെ, ആരുടെയും നിർദ്ദേശമില്ലാതെ, ഔദ്യോഗിക പട്ടികയൊന്നും എതിരെ മത്സരിക്കുന്നവരൊന്നും ഇല്ലാതെ ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തുന്നു, ഓൺലൈൻ വോട്ട് രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി സഭ 3 ദിവസം നിരന്തരമായി ചർച്ച ചെയ്തിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ തെരഞ്ഞെടുക്കുന്നത്. അതൊരു ജനാധിപത്യത്തിന്റെ ഫെസ്റ്റിവലാണ് ആ തെരഞ്ഞെടുപ്പ്, ഓരോ 4 കൊല്ലം കൂടുമ്പോൾ. അതുകൊണ്ടാണ് ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി അമീറായിക്കൊണ്ട് മരിച്ചിട്ടില്ല. കാരണം ഓരോ 4 വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. 84 വയസ്സുള്ള ജലാലുദ്ദീൻ ഉമരിക്ക് ശേഷമാണ് വെറും 50 വയസ്സുള്ള ബഹുമാന്യനായ സയ്യിദ് സാദുല്ലാ ഹുസൈനി വരുന്നത്. ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഊട്ടപ്പെട്ട ഒരു പ്രസ്ഥാനത്തോട് ചോദിക്കുന്നു, നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു എന്ന്. ഞങ്ങൾ ഏകാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ രാജാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ കുടുംബാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ സർവാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, സമഗ്രാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. മറിച്ച് ഞങ്ങൾ അംഗീകരിക്കുന്നത് ജനാധിപത്യത്തെയാണ്. പക്ഷേ ജനാധിപത്യത്തിന്റെ മൗലികമായ ഒരു പോയിന്റ്, ആ പോയിന്റ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ജനാധിപത്യ പ്രക്രിയ ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാനും നിയമവ്യവസ്ഥ കൊണ്ടു നടത്താനും പറ്റുന്ന ഏറ്റവും നല്ല ഒരു രീതിയാണ്. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥ ഒരു വാല്യൂ സിസ്റ്റത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഒരു മൂല്യവ്യവസ്ഥ വേണം. ആ മൂല്യവ്യവസ്ഥക്കുള്ളിൽ മാത്രമേ ജനാധിപത്യം ഫലപ്രദമാവുകയുള്ളൂ. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം അമേരിക്ക, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വീമ്പിളക്കുന്ന അമേരിക്ക, വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്ന അമേരിക്ക, ആ അമേരിക്കയിൽ ഇന്നുള്ള പ്രസിഡന്റിനെ പോലെയുള്ള ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യമാകുന്നതാണ് ജനാധിപത്യ വ്യവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അമീർ അവർകൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെമോക്രാറ്റിക് വ്യവസ്ഥകൾ പോപ്പുലിസ്റ്റിക് മോബോക്രസി വ്യവസ്ഥകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കുന്ന മൂല്യം വേണം. രാജ്യമുണ്ടാകുന്നതിന് മുമ്പും ഉണ്ടായതിനു ശേഷവും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന്. ആ മൂല്യവ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ മൂല്യവ്യവസ്ഥ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങളുടെ സ്വന്തമായുള്ള ഒരു സംഗതിയല്ല. അത് പ്രവാചകന്മാരാൽ പ്രബോധനം ചെയ്യപ്പെട്ട ധാർമ്മിക മൂല്യങ്ങളാണ്. ആ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഭരിക്കുന്ന ഒരു ഭരണകൂടം എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സങ്കല്പം. അത് ജമാഅത്തെ ഇസ്ലാമി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഈ രാജ്യത്തെ ഏറ്റവും ശക്തമായി മൂല്യങ്ങളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ഡെമോക്രസി അപകടം ചെയ്യുമെന്ന് പ്രബോധനം ചെയ്തയാൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായി നമ്മൾ അംഗീകരിക്കുന്ന ഗാന്ധിയാണ്. അദ്ദേഹത്തോളം ശക്തമായി മറ്റൊരാളും അത് പറഞ്ഞിട്ടില്ല. ഡെമോക്രസി എന്നുള്ളത് അതിന്റെ ഏതു തലം അംഗീകരിക്കണമെന്നും ഏതു തലം അംഗീകരിക്കരുതെന്നും വളരെ ശക്തമായ നിലപാടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. മറ്റൊരു ചോദ്യം, നിങ്ങൾ സെക്കുലറിസത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത്. 1950
ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഭരണഘടനയിൽ ലിബർട്ടി എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. സ്വാതന്ത്ര്യം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, ആശയ പ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള, ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ലിബർട്ടി. ജമാഅത്തെ ഇസ്ലാമി ആ സ്വാതന്ത്ര്യത്തെ, ഇന്ത്യ നൽകുന്ന ആ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ വളരെ പോസിറ്റീവായി കാണുന്ന കൂട്ടരാണ്. അതുപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ആദർശം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആദർശം പറയാനൊരു സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും കൊണ്ടു നടക്കാനും പാടുള്ള ഒരു നാട്ടിൽ എന്തിനാണ് അതിനോട് ഞങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത്? പാശ്ചാത്യൻ സെക്കുലറിസത്തെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇന്ത്യയിലുള്ള സെക്കുലറിസം ഒരു റിലീജിയസ് പ്ലൂറലിസമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണിത്. ആ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള വകയും പ്രവർത്തിക്കാനുള്ള ഗ്യാപ്പും ഞങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ റിലീജിയസ് പ്ലൂറലിസമാണ്, ഈ മതനിരപേക്ഷതയാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് ഏറ്റവും പറ്റിയ അന്തരീക്ഷം. അതൊരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അത് നിലനിൽക്കുവാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനവും കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നാവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വർഗീയ വാക്കുകളും കേൾക്കാൻ കഴിയാത്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിൽ വർഗീയത സ്ഫുരിക്കുന്ന ഒരു വാക്കുമില്ലാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള ഈ റിലീജിയസ് പ്ലൂറലിസം, മതപരമായ ബഹുസ്വരത, സാംസ്കാരികമായ ബഹുസ്വരത, ഭാഷാപരമായ ബഹുസ്വരത ഇന്ത്യക്ക് വളരെ അനിവാര്യമാണ്. അതാണ് ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ, ഇന്ത്യയെ ബലവത്താക്കാൻ, ഇന്ത്യയെ മുന്നിലേക്ക് നയിക്കാൻ നമുക്ക് സഹായകമായിട്ടുള്ളത് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കും. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി നാളെ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ എടുത്ത് നിങ്ങൾ പരിശോധിക്കൂ. രാഷ്ട്രീയമായി, ഉദാഹരണം രാഷ്ട്രീയമായി എടുക്കുക. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിതമാകുമ്പോൾ അരുത് എന്ന് ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞത്, പാകിസ്ഥാനിലെ ഹിന്ദുക്കളും ഇന്ത്യയിലെ മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ മർദ്ദിക്കപ്പെടും. ഹിജറ എന്ന പേരിലും, ജനതതികളുടെ ഒത്തുമാറ്റം എന്ന പേരിലും, മാറി താമസിക്കൽ എന്ന പേരിലും ഉണ്ടാകാൻ പോകുന്ന ഉത്തരേന്ത്യയിലെ യാത്രകൾ, ആ യാത്രകൾ വലിയ കലാപത്തിന് കാരണമായി തീരും. മുസ്ലിം സമുദായത്തിന് ഒരു സാമുദായിക രാജ്യം കിട്ടിയതുകൊണ്ട് യാതൊരു ഫലവും കിട്ടാനില്ല എന്ന് അന്ന് പറഞ്ഞു. വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ അവശേഷിച്ചിട്ടുള്ള മുസ്ലിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി മനുഷ്യാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തതിനെതിരായിരുന്നു, മനുഷ്യ സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരായിരുന്നു. 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വളരെ ശക്തമായ സ്വഭാവത്തിൽ ആ ഏകാധിപത്യത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ പങ്കാളികളായി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വോട്ട് നൽകി. 1980 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യയെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്ന 42ാം ഭേദഗതി, ഭരണഘടനാ ഭേദഗതി റദ്ദാക്കുമെന്നു പറഞ്ഞിട്ടുള്ള സംഘടനകൾക്ക് വോട്ട് നൽകാം, എന്നാലേ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് 1976 ശേഷം
ജമാഅത്തെ ഇസ്ലാമി അത്തരം സംസ്ഥാനങ്ങളിൽ അത്തരം ആളുകൾക്ക് കൂട്ടി. പിന്നീട് ജനാധിപത്യം ക്രിമിനലിസത്തിലേക്കാണ് വഴിമാറിയത്. ജനാധിപത്യം മുഴുവൻ മൂല്യച്യുതിയിൽ അകപ്പെട്ടു. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന തത്വം വെച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷമാണ് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ പതനമുണ്ടാകുന്നത്. ലോകം അമീര ജമാഅത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണിപോളാർ യുഗത്തിലേക്ക് നീങ്ങുന്നത്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിലേക്ക് നീങ്ങുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്തിലേക്ക് ലോകം നീങ്ങുമ്പോൾ ആ സാമ്രാജ്യത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചു. ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തു കിട്ടും എന്ന് നോക്കിയല്ല, ഇന്ത്യയുടെ സ്വയം ഭരണാവകാശം, സ്വയം നിർണയാവകാശം, സ്വാതന്ത്ര്യം നിലനിൽക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അന്ന് ജമാഅത്ത് അങ്ങനെ ചെയ്തത്. 1990കളുടെ അവസാനം 2000 ആയപ്പോഴേക്കും ഇന്ത്യയിൽ ഫാസിസം വളരാൻ തുടങ്ങി. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച നിലപാട് ഫാസിസത്തിനെതിരെ എന്ന നിലപാടായിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ കക്ഷികൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. അന്ന് ബാബരി മസ്ജിദിന്റെ തകർച്ചയുണ്ടായി. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നയപരമായ വ്യതിയാനങ്ങൾ ഉണ്ടായി. അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ശക്തമായ ഒരു ബ്ലോക്കായി ഉണ്ടായിരുന്നു ലോകസഭയിൽ. 14ാം ലോകസഭയിൽ 43 അംഗങ്ങൾ ഉണ്ടായിരുന്നു CPM-ന്, 10 അംഗങ്ങൾ ഉണ്ടായിരുന്നു CPI-ക്ക്, 53 ഇടതുപക്ഷ അംഗങ്ങൾ, RSPക്കും ഫോർവേഡ് ബ്ലോക്കിനുമൊക്കെ വേറെയും ഉണ്ടായിരുന്നു. കോൺഗ്രസ് BJP ഒപ്പത്തിനൊപ്പം നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാടിസ്ഥാനത്തിൽ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചു. കാഴ്ചയിൽ ഏറ്റവും സെക്കുലറായി, നിലപാടുകളിൽ കാണപ്പെടുന്നത് ഉറച്ച ഒരു ബ്ലോക്കായി കാണപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്, ഇടതുപക്ഷമാണ്. ഈ സന്ദർഭത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിനെ സഹായിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയുടെ സെക്കുലർ നേച്ചർ നിലനിർത്താൻ, ഇന്ത്യയിലെ പ്ലൂറലിസം നിലനിർത്താൻ, ഇന്ത്യയിലെ മുസ്ലിം നഫ്രത്തിനെ, മുസ്ലിം വെറുപ്പിനെ തടയാൻ നല്ലത് ഇടതുപക്ഷ കക്ഷികളെ സഹായിക്കുകയാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് സഹായം ഉണ്ടായത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല, കമ്മ്യൂണിസ്റ്റുകളെ എന്തെങ്കിലും പിന്തുണച്ചുകൊള്ളാം എന്ന് വെച്ചുകൊണ്ടല്ല, മറിച്ച് അന്തർദേശീയ ദേശീയ നിലപാടുകൾ അനുസരിച്ച് പിണറായി പറഞ്ഞതുപോലെ, ദേശാഭിമാനി പറഞ്ഞതുപോലെ ആ നിലപാടനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അവരെ പിന്തുണച്ചത്. എന്നാൽ 17ാം ലോകസഭയിലേക്ക് എത്തിയപ്പോഴേക്കും CPM ദുർബലമായ ഒരു കക്ഷിയായി മാറി. CPM-നെ എവിടെ വെച്ച് സഹായിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത സ്വഭാവത്തിൽ അത് പിന്നോട്ട് പോയി. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കുഴപ്പമല്ല. പിന്നീട് BJP-ക്കെതിരിൽ അല്പമെങ്കിലും ബലവത്തായി നിൽക്കണമെങ്കിൽ കോൺഗ്രസിനെ സഹായിക്കണം എന്ന തീരുമാനത്തിൽ എത്തേണ്ടി വന്നു. കോൺഗ്രസിന്റെ മുഴുവൻ മുൻകാല ചെയ്തികളെയും മറന്നുകൊണ്ടല്ല, CPM-ലെ ഉള്ള നന്മകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ അല്ല, മറിച്ച് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലൈൻ ഇന്ത്യയിൽ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ സ്വീകരിച്ചത്. ഇപ്പോൾ CPM-ന് 4 അംഗങ്ങളാണുള്ളത്. അന്ന് 43-ൽ നിന്ന് ഇപ്പോൾ 4-ആയി ചുരുങ്ങി. അത് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാത്തത് കൊണ്ട് ചുരുങ്ങിയതല്ല. എൻ ബ്ലോക്കായിട്ട് പാർലമെന്റ് അംഗങ്ങളെ അയച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ. ആ ബംഗാളിൽ അവരുടെ നിലപാടുകൾക്ക് താളം തെറ്റി, മുതലാളിത്തത്തിലേക്ക് വഴി തുറന്നു. 30% വരുന്ന മുസ്ലിം സമൂഹത്തെ മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഉള്ള നയനിലപാടുകൾ ആരംഭിച്ചു.
ആ നയനിലപാടുകൾ കാരണമായി ബംഗാളിൽ നിന്ന് അവർ വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു. കേരളത്തിൽ മാത്രം അവരെ സഹായിച്ചതുകൊണ്ട് കാര്യമല്ല എന്ന നിലപാടുണ്ടായി. അതുകൊണ്ട് ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് പ്രാമുഖ്യം വന്നു. തെരഞ്ഞെടുപ്പിൽ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസുമായി സഖ്യമുള്ളയിടത്ത് CPM-നെ പിന്തുണച്ചു. CPM-ന് വിജയസാധ്യതയുള്ളയിടത്ത് CPM-നെ പിന്തുണച്ചു. അപ്പോഴും കോൺഗ്രസ് ഒരു വലിയ കക്ഷിയായി ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു. 2019-ലും 2024-ലും നടന്ന തെരഞ്ഞെടുപ്പിന്റെ കഥയതാ. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് പകരം തിരുത്തേണ്ടിടത്ത് തിരുത്തുന്നതിന് പകരം ശ്രമിച്ചത് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു ധ്രുവീകരണത്തിന് വഴിമരുന്നിടാൻ പറ്റുമോ? ഭൂരിപക്ഷ വോട്ടുകളെ ആകർഷിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അവരുടെ മുന്നാലെ ഉണ്ടായത്. അത് കടുത്ത രൂപത്തിൽ പയറ്റി. ഒരു സെക്കുലർ സമൂഹത്തിൽ CPM-നെ പോലെയുള്ള ഒരു പാർട്ടി പയറ്റാൻ പറ്റാത്ത സ്വഭാവത്തിൽ പയറ്റി. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കൽ അശുഭകരമായിട്ടുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. ഇസ്ലാമോഫോബിയ വളർന്നു. 26% ദി അതർ എന്ന കാറ്റഗറിയിലേക്ക് മാറ്റുന്ന ഒരു മനോഭാവത്തിന് അത് വഴിമരുന്നിട്ടു. കേരളത്തിൽ ഏറ്റവും സൗഹാർദ്ദത്തോടു കൂടി ജീവിച്ചിരുന്ന ക്രൈസ്തവ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കി. ഈ വിള്ളലുകൾ ക്രൈസ്തവ സമൂഹത്തിനകത്ത് വിള്ളലിന് കാരണമായി. ഈ വിള്ളലുകൾ മുസ്ലിം സമൂഹത്തിനകത്ത് വിള്ളലിന് കാരണമായി. ഞാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എപ്പോഴും ചെന്നുകൊണ്ട് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. മതസൗഹാർദ്ദത്തിന് കേരളത്തിലേക്ക് നോക്കൂ. ഇപ്പോഴും അത് പറയാം, ഒരു പ്രശ്നമില്ല. കേരളത്തെ പോലെ മതസൗഹാർദ്ദമുള്ള നാട് വേറെയില്ല. പക്ഷെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ആഴത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് പോറലേൽക്കാവുന്ന അന്തരീക്ഷം ഈ മനോഘടനയിൽ ഉണ്ടായി തീർന്നിട്ടുണ്ട്. മൗലാന അബുല്ലൈ സാഹിബ് ഇടയ്ക്ക് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് അവിടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പോയത്. പല വിഷയങ്ങളും ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. അതിനുശേഷം അവര് ഒരു പ്രസ്താവന പുറത്തിറക്കി. അബുല്ലൈ സാഹിബിനോട് ആ പ്രസ്താവനയിൽ ഒപ്പുവെക്കാൻ ആവശ്യപ്പെട്ടു. അബുല്ലൈ സാഹിബ് പറഞ്ഞു, ഷിംല കരാറുണ്ടായിരിക്കെ ഇത്തരമൊരു വിഷയം, കാശ്മീർ വിഷയം, ഇവിടത്തെ ഈ സമ്മേളനത്തിൽ ചർച്ചക്കെടുക്കാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാശ്മീർ പ്രശ്നം പോലെയുള്ള ഒരു പ്രശ്നം ഇലക്ടറൽ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർക്കാനുള്ള ഒരു വഴിയും തുറക്കുകയില്ലെന്ന് മാത്രമല്ല, ഓരോ തെരഞ്ഞെടുപ്പിലും ആ പ്രശ്നമായി വലുതായിക്കൊണ്ടിരിക്കും. ഇത് 2 ഗവൺമെന്റുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഗവൺമെന്റിനെ. എന്നതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു കൊച്ചു പ്രസ്ഥാനത്തെ ഒരു ഇലക്ടറൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി വോട്ട് ബാങ്കുകൾ തൂക്കിക്കണക്കാക്കി ജാതീയമായി അതിനെ വേർതിരിച്ച് ചെറിയ ചെറിയ തുലാസുകൾ ഇട്ട് ഗ്രാമം മില്ലിഗ്രാമം തൂക്കിക്കണക്കാക്കി ജമാഅത്തെ ഇസ്ലാമിയെ സാമുദായികമായും വംശീയമായും വിമർശിക്കാൻ ഒരുമ്പെട്ടാൽ അത് ഈ നാട്ടിന് ഗുണകരമാവുകയില്ല എന്നാണ് നാം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ
ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇന്നേ വരെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യം, ഇന്ത്യക്ക് വേണ്ടിയാണ് നിലപാടുകൾ സ്വീകരിച്ചത് എന്ന്. ഇന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ വമ്പിച്ച പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. CAA, സിറ്റിസൺ അമെൻഡ്മെന്റ് ആക്ട്. പക്ഷേ അതിനെ നേരിടുന്നതിൽ മുസ്ലിം സമൂഹം മാത്രമല്ല ഉണ്ടായിരുന്നത്, ഈ രാജ്യത്തിന്റെ സെക്കുലർ സമൂഹം, സിവിൽ സൊസൈറ്റി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങളോടൊപ്പം നിന്നു. അതുകൊണ്ട് ഇപ്പോഴും ആ ആക്ടായി മാറിയെങ്കിലും മുൻവാതിലിലൂടെ അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിൻവാതിലിലൂടെ വേണം വരാൻ എന്ന നിലപാട്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ്. ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ്. രണ്ടാമതായി വന്നത് വഖഫ് ബില്ലാണ്. വഖഫ് ബില്ല് കൂർത്ത ചോദ്യങ്ങളാണ് സുപ്രീം കോടതി ചോദിച്ചത്. ആ വിഷയത്തിലും രാജ്യത്തിലെ സെക്കുലർ സമൂഹവും സിവിൽ സൊസൈറ്റിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എല്ലാം മുസ്ലിം സമൂഹത്തിന്റെ കോസിനോടൊപ്പം ഉണ്ടായി. വർഗീയമായി മാറി നിൽക്കുകയല്ല, മാറ്റപ്പെടുന്നിടത്ത് ചൂളിപ്പോവുകയല്ല, ഈ സമൂഹത്തിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, സമൂഹവുമായി എൻഗേജ് ചെയ്തുകൊണ്ട് ഒരു ഉറച്ച പൗര സമൂഹത്തെ സൃഷ്ടിക്കലാണ് നമുക്കിന്ന് ആവശ്യം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി സന്ദർശിക്കാൻ അവസരം കിട്ടുന്ന ഒരാളെന്നുള്ള നിലയിൽ കുടിയൊഴിപ്പിക്കലിന്റെ ഭീകരത നേരിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ആസാമിലും ബംഗാളിലും ബീഹാറിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഡൽഹിയിലും കുടിയൊഴിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷൻ 2026 ഭാഗമായി അവിടങ്ങളിൽ സന്ദർശിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഈ ആളുകൾക്ക് ഒരാശയം എവിടെ നൽകാം, എവിടെ ഒരു ഭൂമി കിട്ടാൻ, എവിടെ ഒരു ചെറിയ കിടപ്പാടം അവർക്ക് ഒരുക്കാൻ കഴിയും? യാതൊരു രക്ഷയുമില്ല. കാരണം നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ നമ്പർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് ഈ രാജ്യം മുസ്ലിം സമൂഹത്തിനും ദലിത സമൂഹങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അപാരമായ അനുഗ്രഹങ്ങളാണ്. അതിൽ പരമേൽപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്തിലെ ഇസ്ലാമിക സമൂഹത്തെയും പ്രയാസമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെയും ഈ രാജ്യത്തിലെ പൗരന്മാരെയും രാജ്യത്തെ തന്നെയും മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.